2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് മലപ്പുറത്ത് ഈ 2026 സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു തകർച്ചയും UDF ഒരു മുന്നേറ്റവും ഒക്കെ തന്നെ. അതിൽ തന്നെ BJP നേട്ടം കൊയ്യുകയും ചെയ്തു. ഇതിൽ ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സംഭവിക്കുമോ? അട്ടിമറികൾ സംഭവിക്കുമോ? UDF മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമോ? LDF ഒരു തകർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലപ്പുറത്ത് എന്താണ് ഇത്തവണ സംഭവിക്കാനായി പോകുന്നത്? മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഒരു തരംഗം തന്നെയായിരുന്നു. LDF BJP ഒരു തരത്തിലുമുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു മലപ്പുറം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും. ഇവിടെ 2026 സെയിം രീതി തന്നെ സംഭവിക്കുമോ അതോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേ കണക്കുകൾ അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മലപ്പുറത്തെ 16 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവനൂർ, പൊന്നാനി ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു നോക്കേണ്ടതായിട്ട് അനിവാര്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ കൊണ്ടോട്ടി നോക്കാം. കൊണ്ടോട്ടി നിലവിൽ UDF സീറ്റാണ്. തീർച്ചയായിട്ടും UDF നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത് നമ്മൾ നിലമ്പൂരാണ് നോക്കുന്നത്. UDF നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDF കൈവശം ഉണ്ടായിരുന്ന സീറ്റാണ്. അത് UDF ഉപതെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തിരുന്നു. അത് UDF തന്നെ 2026 നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഏറനാട് നോക്കുമ്പോഴത്തേക്കും അതും UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വണ്ടൂരിലേക്ക് വരുമ്പോഴത്തേക്കും അതും UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ്. മഞ്ചേരിയിലേക്ക് വരുമ്പോൾ അതും UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പെരിന്തൽമണ്ണയിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അത് തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നിലവിലും അത് UDF കൈവശം ഇരിക്കാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലും UDF തന്നെയാണ് മുൻതൂക്കം കൂടുതൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി മങ്കടയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അത് UDF തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മലപ്പുറം UDF കൈവശം തന്നെയാണ്. അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. വേങ്ങരയിലേക്ക് വരുമ്പോഴത്തേക്കും അതും UDF സീറ്റാണ്. UDF തന്നെ ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വള്ളിക്കുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അതും UDF സീറ്റാണ്. UDF തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി തിരൂരങ്ങാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി താനൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ് നിലവിൽ. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അത് UDF മറിയാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അവിടെ തീർച്ചയായിട്ടും BJP വോട്ടുകൾ നിർണായകമാകും. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. തീർച്ചയായിട്ടും അത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുകയും UDF ഒരു അട്ടിമറി നേട്ടം അവിടെ കൊയ്യാനായിട്ടും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി തിരുവല്ലിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഇനി കോട്ടയ്ക്കലിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഇനി തവനൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അത് UDF മറിയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും BJP വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി പൊന്നാനിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ മാത്രമാണ് LDF ഒരു നേരിയ തോതിൽ ഒരു മുൻതൂക്കമുള്ളതെന്ന് എടുത്തു പറയേണ്ടി വരും. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അവിടെയെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് UDF നടത്താനായിട്ടുള്ള സാധ്യത വളരെ വലിയ തോതിൽ തന്നെ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ LDF ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം നൽകുന്ന ഒരു സ്ഥലം പൊന്നാനിയാണെന്നത് എടുത്തു പറയേണ്ടി വരും. പക്ഷേ എന്തും സംഭവിക്കാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 16 സീറ്റുകളാണ്, 16 നിയമസഭാ സീറ്റുകളാണ്. അതിൽ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഭൂരിഭാഗം സീറ്റുകളിലും UDF ഒരു തരംഗം തന്നെയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. അത് LDF വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെ 2021 LDF തരംഗമുണ്ടായിട്ട് പോലും നേടാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് മലപ്പുറം. കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ഏറെ പേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. ഈ മുസ്ലിം ലീഗിന്റെ ബലത്തിൽ തന്നെയാണ് UDF ഇത്രയധികം സീറ്റുകൾ ഇവിടെ നേടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ 2026 വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മാറ്റങ്ങൾ നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഈ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF തരംഗമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് 2021 എങ്ങനെയായിരുന്നോ അതുപോലെയുമല്ല 2026 വരുമ്പോഴത്തേക്കും UDF ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്തായാലും മലപ്പുറത്ത് കാണാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് മലപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത്. അതായത് തൂത്തുവാരൽ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതായത് 16 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളും UDF തന്നെ
കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഈ പറയുന്ന എൽ ഡി എഫിന് നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് 2026 മലപ്പുറത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാനായിട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതിലെടുത്ത് പറയുന്നത് പൊന്നാനി മാത്രമാണ് ഒരു നേരിയ തോതിൽ പ്രതീക്ഷയുള്ള സ്ഥലം. ബാക്കി എല്ലാം തന്നെ കൈവിട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. അതായത് 16 സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 15 സീറ്റുകളും യു ഡി എഫ് തൂത്തുവാരുന്ന തരത്തിലായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. ഒറ്റ സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫിന് നേരിയ തോതിലെങ്കിലും പ്രതീക്ഷയുള്ളത്. അതും പോയി കഴിഞ്ഞാൽ 16 യു ഡി എഫ് കരസ്ഥമാക്കിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിലെ ട്രെൻഡിങ് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നോക്കുവാണെങ്കിൽ യു ഡി എഫിന്റെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റവും എൽ ഡി എഫിന്റെ ഒരു തകർച്ച തീർച്ചയായിട്ടും അവിടെ കാണാം. ബി ജെ പി കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. ചില സീറ്റുകളിൽ അത് ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് ടൈറ്റ് ഫൈറ്റ് ആയിട്ട് മാറുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ മാറാം. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വോട്ടുകൾ നേരിയ തോതിലെങ്കിലും വർദ്ധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറാം. അതായത് സീറ്റുകളൊന്നും തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം മലപ്പുറം പോലുള്ള സ്ഥലത്ത് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കാണുന്നതെന്ന് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും 16 സീറ്റുകളിൽ 15 സീറ്റുകളിലും യു ഡി എഫിന്റെ ഒരു ട്രെൻഡിങ് ആണ് കാണപ്പെടുന്നത്. ഒരു തരംഗം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണപ്പെടുന്നത്. ഒറ്റ സീറ്റിൽ മാത്രം എൽ ഡി എഫ് ഒതുങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സീറ്റും ഒരു 50-50 ചാൻസ് നിൽക്കുന്ന തരത്തിലൂടെ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു തൂത്തുവാരൽ വിജയം വരുന്ന 2026 യു ഡി എഫ് നേടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഇനി ട്രെൻഡിങ്ങിനെ അട്ടിമറിച്ചുകൊണ്ട് സർവേകളെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം എൽ ഡി എഫിന് അവിടെ 2026 നടത്താൻ സാധിക്കുമോ, അതല്ല യു ഡി എഫിന്റെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെ ആയിരിക്കുമോ 2026 സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി വെറും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പിനായിട്ട്. അതിനിടയിൽ തന്നെ പലതരം അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മലപ്പുറത്ത് സർവേ ഫലങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു തരംഗമുണ്ടാക്കാനായിട്ട് യു ഡി എഫിന് അവിടെ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.